Hi friends, welcome to my presentation on the topic capital gain. I'm Anashwara PA. നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തെ നാലാമത്തെ ഹെഡാണെന്ന്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ എന്താന്ന്. അസസ്മെൻറ്റ് ഇയറിന് മുൻപത്തെ പ്രീവിയസ് ഇയറിലെ ഇൻകമാണ് നമ്മൾ ടാക്സ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ. അതിൽ പ്രീവിയസ് ഇയറിൽ നമ്മൾക്ക് ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഗെയിൻ അഥവാ പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിൽ 3 മെയിൻ എലമെൻറ്റ്സ് ഉണ്ട് ക്യാപിറ്റൽ ഗെയിനിന്: ക്യാപിറ്റൽ അസറ്റ്, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഇതിൽ ക്യാപിറ്റൽ അസറ്റും കുറച്ച് ഇൻട്രൊഡക്ഷനുമാണ് ഞാൻ എടുക്കുന്നത്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവബിൾ ആയിരിക്കാം, ഇമ്മൂവബിൾ ആയിരിക്കാം, ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ ആയിരിക്കാം, ഫിക്സഡോ ഫ്ലോട്ടിങ്ങോ ആയിരിക്കാം. അത് ഫ്ലോട്ടിങ് അഥവാ കറണ്ട് ആയിരിക്കാം. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വിൽ, ലീസ് ഹോൾഡ് റൈറ്റ്സ്, ജ്വല്ലറി, ഷെയർസ് ആൻഡ് മാനുഫാക്ചറിങ് ലൈസൻസ് ഇതൊക്കെ വരാം. ഇനി ക്യാപിറ്റൽ അസറ്റിൽ പെടാത്ത ചിലതുണ്ട്, എക്സെപ്ഷൻസ് ആയിട്ടുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ഗുഡ്സ്, ഇതിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് അഥവാ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഹെൽഡ് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ക്യാപിറ്റൽ അസറ്റിൽ പെടാത്തതാണ്. പിന്നെ ക്യാപിറ്റൽ അസറ്റിൽ പെടാത്തതായി പറയുന്നത് മൂവബിൾ അസറ്റ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്മൾ ധരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പേഴ്സണൽ യൂസിൻ്റെ ഫർണിച്ചർ, പേഴ്സണൽ യൂസിൻ്റെ കാർ, വെഹിക്കിൾ, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, ലാപ്ടോപ്പ്, മറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ ക്യാപിറ്റൽ അസറ്റിൽ വരില്ല. ഇനി മൂവബിൾ അസറ്റിൽ ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ മൂവബിൾ അസറ്റ്സ് പേഴ്സണൽ യൂസിനുള്ളത്. അതിന് തന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അത് ഏതാണെന്ന് നോക്കാം. എക്സെപ്ഷൻസ് ടു മൂവബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപരമായ വർക്കുകൾ ഒക്കെ ഇതിൽ മൂവബിൾ അസറ്റിൽ പെടില്ല. അതായത് ക്യാപിറ്റൽ അസറ്റിൽ പെടും. ക്യാപിറ്റൽ അസറ്റിൽ പെടാത്ത മൂവബിൾ അസറ്റിൻ്റെ എക്സെപ്ഷനാണിത്. അപ്പോൾ അത് ക്യാപിറ്റൽ അസറ്റിൽ പെടും. പിന്നെ ഇതിൽ കൂടെ വേറെ പറയുന്നത് ജ്വല്ലറി ഫോർ പേഴ്സണൽ യൂസ്, ഇതൊക്കെ മൂവബിൾ അസറ്റിൻ്റെ എക്സെപ്ഷനാണ്. അതായത് ക്യാപിറ്റൽ അസറ്റിൽ പെടുത്താൻ പറ്റും. ജ്വല്ലറി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പ്ലാസ്റ്റിക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. എന്തായിരിക്കും, സിൽവർ, ഗോൾഡ് അതുപോലത്തെയൊക്കെ പ്ലാറ്റിനം പോലുള്ള പ്രഷ്യസ് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പ്രഷ്യസ് ഓർ സെമി പ്രഷ്യസ് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ അങ്ങനത്തെ ജ്വല്ലറിയൊക്കെ മൂവബിൾ അസറ്റിൻ്റെ എക്സെപ്ഷനാണ്. അതായത് ക്യാപിറ്റൽ അസറ്റിൽ പെടും. പിന്നെ ക്യാപിറ്റൽ അസറ്റിൻ്റെ എക്സെപ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി അഗ്രികൾച്ചറൽ ലാൻഡ് ഇന്ത്യയിലുള്ളത്, പിന്നെ ഗോൾഡ് ബോണ്ട്സ്, സ്പെഷ്യൽ ബെയറർ ബോണ്ട്സ്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ്. അഗ്രികൾച്ചർ ലാൻഡിന് ചില കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്യണം കേട്ടോ, അപ്പോഴേ പറ്റുള്ളൂ എക്സെപ്ഷൻ. പിന്നെ സെൽഫ് ജനറേറ്റഡ് അസറ്റ്സ്, ചില സെൽഫ് ജനറേറ്റഡ് അസറ്റ്സിനെ ക്യാപിറ്റൽ അസറ്റായി ട്രീറ്റ് ചെയ്യും. ഇത് സെൽഫായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഗുഡ് വിൽ ഓഫ് എ ബിസിനസ്, പിന്നെ സെൽഫ് ജനറേറ്റഡ് ടെനൻസി റൈറ്റ്, കുടിയാന്മാരുടെ അവകാശം അങ്ങനത്തെ. പിന്നെ റൈറ്റ് ടു മാനുഫാക്ചർ, റൈറ്റ് ടു ക്യാരി ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇതൊക്കെ സെൽഫ് ജനറേറ്റഡ് അസറ്റ്സ് ആണ്. ഇതിനെയൊക്കെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുകയും ചെയ്യും. പിന്നെ അടുത്തതായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ്സ് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്: ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SSE 36 മാസത്തിൽ കൂടുതൽ ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കരുത്, ട്രാൻസ്ഫർ നടന്ന സമയത്തിന് മുൻപ്, സമയത്തിൻ്റെ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ആയിട്ട്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഈ 36 മാസം എന്ന് പറയുന്ന സംഭവമില്ലേ, അത് ജനറലായിട്ട് എല്ലാ അസറ്റ്സിനും പറയുന്നതാണ്. അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. എക്സെപ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലാണ് കൂടുതൽ കണ്ടീഷൻസ് പറയുന്നത്. ഇതിൽ കണ്ടീഷൻസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തതൊക്കെ എന്തിൽ വരും? അപ്പോൾ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൽ പറയണം. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ സ്ഥലത്ത് അധികം കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് അണ്ടർസ്റ്റുഡാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ലിസ്റ്റഡിൻ്റെയും അൺലിസ്റ്റഡിൻ്റെയും അതിൻ്റെയൊക്കെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. മെയിനായിട്ട് പറയണമെങ്കിൽ മാത്രം 36 മന്ത്സ് വരണം. ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെ കേസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എക്സെപ്ഷൻസ്: ഇൻ ദ കേസ് ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മന്ത്സിന് കൂടുതൽ
ഹെൽഡ് ചെയ്തിട്ടുണ്ടാവരുത് ട്രാൻസ്ഫറിന് മുൻപ്. മറ്റുള്ളതിന് നമ്മൾ പറഞ്ഞില്ലേ 36 മന്ത്സ് ആണ്. ഇനി അൺലിസ്റ്റഡ് ഷെയർ ആണെങ്കിലോ 24 മന്ത്സിൽ കൂടുതൽ ഹെൽഡ് ചെയ്തിട്ടുണ്ടാവരുത്. ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉള്ളതാണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലുള്ളത് നമ്മൾക്ക് യൂസ് ചെയ്യാം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 മന്ത്സിൽ കൂടുതൽ ഹെൽഡ് ചെയ്തതാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഷോർട്ട് ടേമിൻ്റെ മീറ്റ് ചെയ്യാത്തതൊക്കെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. പിന്നെ ഫോർമാറ്റ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമാറ്റിൽ സെയിൽസ് കൺസിഡറേഷൻ നമുക്ക് സെൽ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട്, പിന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യുക, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മൈനസ് ചെയ്യുക, സെല്ലിങ് എക്സ്പെൻസസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്വയർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റൊക്കെയാണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നടത്തുന്ന ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇത് ഫോർമാറ്റായിട്ടാണ് ജസ്റ്റ് പറയുന്നത്. ഇനി നമ്മൾ അത് വിശദമായിട്ട് പറയും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇതിലും നമ്മൾ സെയിൽസ് കൺസിഡറേഷൻ എഴുതും. പിന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇവിടെ ഇൻഡെക്സ് ചെയ്യണം, അത് ദിവ്യാഞ്ജലി പ്രോബ്ലം എടുക്കുമ്പോൾ പറയും. പിന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അതും കുറയ്ക്കുക. പിന്നെ സെല്ലിങ് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പം നമുക്ക് കിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഈ ഇൻഡെക്സ് ചെയ്യാനുള്ള ബെനിഫിറ്റ് കിട്ടണത് മാത്രമേ ഇൻഡെക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇൻഡെക്സിന് CII നമ്പറൊക്കെ എടുക്കും. ഇത് ലോങ് ടേമിൽ മാത്രമാണ് ഇൻഡെക്സേഷൻ. പിന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എൻ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SSC എക്വയർ ചെയ്യണ വാല്യൂ, ആ വാല്യൂവിൻ്റെ കൂടെ അത് കിട്ടാനായിട്ട് എന്തൊക്കെ എക്സ്പെൻസ് വേണ്ടി വന്നു, ഇൻകർ ചെയ്തു, അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം ക്യാപിറ്റൽ അസറ്റുമ്മ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യാനായിട്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മുടെ അസറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ക്യൂർ ചെയ്യാനോ വേണ്ടി വരുന്ന എക്സ്പെൻസസ് ആണ്. അല്ലാതെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ പോലെയല്ല. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചാർജ് ഇൻകേർഡ് ഓൺ ഹൗസ് പ്രോപ്പർട്ടി ഫോർ സെയിൽ. നമ്മൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി വിൽക്കാൻ പോവുകയാണ്, അതിൽ കുറച്ച് പ്ലംബിങ്ങോ മെയിൻ്റനൻസ് എന്തെങ്കിലും റിപ്പയർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ, ഒരു അസറ്റിൻ്റെ വാല്യൂ, ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ അതിന് എന്തെന്ന് പറയുക? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുക. പക്ഷെ മറ്റ് ചാർജ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഒക്കെ ഉള്ള മറ്റ് ചാർജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചാർജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അത് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് റുട്ടീൻ കെയർ ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ പോലെ അത് വാല്യൂ ഇൻക്രീസ് ചെയ്യില്ല ക്യാപിറ്റൽ അസറ്റിൻ്റെ. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.